എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. നിങ്ങളെ എല്ലാവരെയും എൻ്റെ 64ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദവമായി ഊഷ്മളമായി സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വലിയ വാചകങ്ങളെക്കുറിച്ച് എഴുതാനാണ് പഠിച്ചത്. എങ്ങനെയുള്ള വാചകങ്ങൾ? രണ്ട് വാചകങ്ങളെ, അതായത് സിമ്പിളായിട്ട് രണ്ട് വാചകങ്ങളെ ചേർത്ത് സങ്കീർണ വാക്യം എന്ന് വിളിക്കുന്ന, അത് ഇംഗ്ലീഷിൽ പറയുന്നതിനെ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട വാചകങ്ങൾ എഴുതാനാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ അതിനെ ഉപയോഗിച്ച എന്തായിരുന്നു? ചില കൺജങ്ഷൻസ്. ആ കൺജങ്ഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന ചില വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സിമ്പിൾ സെൻറ്റൻസിനെ യോജിപ്പിച്ചത്. അത് നമ്മൾ കണ്ടു. അതിന് നമ്മൾ ഉപയോഗിച്ച കൺജങ്ഷനിൽ ചില ഉദാഹരണങ്ങൾ എന്താണ്? വെൻ, ദോ, ആൾദോ, ആസ് തുടങ്ങിയ കുറച്ച് കൺജങ്ഷൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടിരുന്നു. അതൊക്കെ നിങ്ങൾ പകർത്തിയെടുത്ത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിൽ അവസാനം ആയിട്ട് ആസ് എന്ന കൺജങ്ഷൻ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് ആസിൻ്റെ മറ്റു രണ്ട് പ്രയോഗം കൂടി പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസ് എന്നത് അപ്പോൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പഠിച്ചത്. അതുപോലെ നമുക്ക് ആസ് എന്നത് അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് വാചകത്തിൽ പ്രയോഗിക്കുക എന്ന് പഠിക്കാം. അപ്പോൾ ആസിന് പോലെ എന്നൊരർത്ഥമുണ്ട്. അതും കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പോലെ എന്ന അർത്ഥത്തിൽ കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് പഠിക്കാം. അപ്പോൾ അത് ഏത് സന്ദർഭത്തിലാണ് നമുക്ക് ഈ ആസ് ഉപയോഗിക്കുന്നത് പഠിക്കാനായിട്ട് ഞാനൊരു ചെറിയ സന്ദർഭം വിവരിക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെറുതെ വേലക്കാരിയുമായിട്ട് ഞങ്ങൾ കുറച്ചേരൊക്കെ സംസാരിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീയെക്കുറിച്ച് അവർ പറഞ്ഞു, അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരു ജിജ്ഞാസയെ ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് രണ്ടാമത് മറ്റൊരാളെ വിവാഹം കഴിച്ചു ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു. എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്ന് ഞങ്ങൾ ചോദിച്ച ഉത്തരം പറഞ്ഞത് ഹെർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ്. അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്ന വാചകമാണ് ആദ്യ വാചകത്തിന് കാരണം, അല്ലേ? ആദ്യ സംഭവത്തിന് കാരണം രണ്ടാമത്തെ സംഭവമാണ്. അപ്പോൾ നീലക്ഷരത്തിൽ എഴുതിയിട്ടുള്ള വാചകം എന്താണ്? അത് ആദ്യ വാചകത്തിൻ്റെ, അതായത് കറുത്ത അക്ഷരത്തിൽ എഴുതിയുള്ള വാചകത്തിൻ്റെ കാരണമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ വാചകവും ആദ്യ വാചകവും കൂട്ടി എഴുതാം. എന്ന് വെച്ചാൽ കാര്യം അതിൻ്റെ കാരണവും ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ വാചകമായിട്ട് പറയാം. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടും. അപ്പോൾ എങ്ങനെയാണ് ചേർക്കേണ്ടത്? മലയാളത്തിൽ അതുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് എന്നുള്ളത് ഏത് വാചകത്തിൽ ചേർത്താൽ ഈ രണ്ട് വാചകങ്ങളെ ഒന്നിപ്പിക്കാമെന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് നോക്കുക? മലയാളത്തിൽ എങ്ങനെയാണ് ഒന്നിപ്പിക്കുക അതൊന്ന് നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് മലയാളത്തിൽ എങ്ങനെയാണ് യോജിപ്പിക്കുക നോക്കാം. എങ്ങനെയാണ് മലയാളത്തിൽ യോജിപ്പിക്കുക? അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് കൊണ്ട് അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ റെഡിയായില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതുകൊണ്ട് എന്നുള്ളത് ഏത് വാചകത്തിന് കൂടി? ആ നീല വാചകത്തിനൂടെ അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു പ്ലസ് അതുകൊണ്ട് എന്ന് ചേർത്താൽ, അല്ലെങ്കിൽ കൊണ്ട് എന്ന് ചേർത്താൽ അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് കൊണ്ട് അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്നാവും. ശരിയായില്ലേ? അവ രണ്ട് വാചകം ഒന്നായില്ലേ? അതായത് കാര്യമായിട്ടുള്ള വാചകവും കാരണമായി വരുന്ന വാചകവും കൂടിച്ചേർന്ന ഒറ്റ വലിയ വാചകമായി. അപ്പം അതൊരു ഇതാണ്, കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അങ്ങനെ രണ്ടും കൂട്ടി പറഞ്ഞാൽ അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആയി. അപ്പോൾ അതിലൊന്ന് കാര്യവും ഒന്ന് കാരണമായിട്ട് വരുന്ന വാചകമാണ്.
അപ്പൊ കാരണമായിട്ട് വരുന്ന വാചകത്തിന് പ്രത്യേകതയുണ്ട്. എന്താണത്? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? ഇതിലെ ഈ ക്രിയയോട് കൂടി എന്തുകൊണ്ട് എന്ന് ചേർത്ത് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് രണ്ടാമത്തെ വാചകം, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന വാചകമാണത്. അതെന്താണത്? ഒരു അഡ്വർബ് ആയിരിക്കും, അല്ലേ? സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കാൻ തരാം, പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ മഴ കൊണ്ട് വിള നശിച്ചു എന്നൊരു വാചകം എടുക്കുക. അത് നശിപ്പിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം, വിരോധമില്ല. അപ്പൊ മഴ കൊണ്ട് വിള നശിച്ചു. എന്തുകൊണ്ട് വിള നശിച്ചു? മഴ കൊണ്ട്. ഈ നീലയിൽ എഴുതിയ ഭാഗം കാരണമാണ്, നമുക്കറിയാം. അപ്പൊ ഈ എന്തുകൊണ്ട് ഈ നശിച്ചു എന്നൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് നശിച്ചേ? ആ നശിച്ചതിന്റെ പ്രത്യേകത എന്താണ്? മഴ കൊണ്ട്. അപ്പൊ ഈ കാരണം, നശിക്കാനുള്ള കാരണമായി വരുന്ന ഈ നീല ഭാഗത്തിലെഴുതുന്ന ഭാഗം എന്താണ്? അഡ്വർബാണ്. അതിൽ ഒന്ന് രണ്ടിൽ വാക്കുകൾക്കുള്ളത് കൊണ്ട് അത് ഫ്രേസ് എന്ന് പറയും, അഡ്വർബ് ഫ്രേസ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒരു അഡ്വർബായിട്ട് വരുമ്പോൾ അതിന്റെ ഫ്രേസ് ആണ് വരുന്ന പഠിച്ചിട്ടുണ്ട്. അപ്പൊ അഡ്വർബ് ഫ്രേസ് എന്ന് പറയും. അത് അഡ്വർബാണ്, അതൊരു ഫ്രേസ് ആയിട്ടുള്ള അഡ്വർബാണ് എന്ന് പറയും. അപ്പൊ മഴ കൊണ്ട് എന്നുള്ളത് എന്താണ്? അഡ്വർബാണ്, അല്ലേ? അത് കാരണം ഈ നശിച്ചു എന്ന വാക്കിന്റെ കൂടെ എന്തുകൊണ്ട് എന്ന് ചേർത്ത് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടുന്നതാണ് ഈ മഴ കൊണ്ട്. അത് ഈ നശിച്ചു എന്നതിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അത് അഡ്വർബാണ്, അത് നമുക്കറിയാം. അതേപോലെ തന്നെയല്ലേ എന്തുകൊണ്ട് അവൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു? എന്തുകൊണ്ട് വിവാഹം കഴിച്ചു? അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് കൊണ്ട്. അപ്പോ ആസ് ഹർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന ഭാഗം എന്തായിരിക്കും? ഇതിൽ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമാണ്, അല്ലേ? അതായത് ഈ മാരീഡിന്റെ ഒരു വിശേഷത അല്ലെങ്കിൽ കാരണം വിവരിക്കുകയാണ് ഇനി വാചകം. നേരത്തെ നമ്മൾ കണ്ടു, ഈ നശിച്ചു എന്നതിന്റെ കാരണമായിട്ട് വിശദീകരിക്കുന്ന ആ മഴ കൊണ്ടെന്നുള്ളത് അഡ്വർബാണ്. അപ്പോ ഇവിടെയും അതേ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന ഭാഗമല്ലേ ആസ് ഹർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ് എന്നുള്ളത്. അപ്പൊ അതെന്തായിരിക്കണം? അതൊരു അഡ്വർബായിരിക്കണം, അല്ലേ? അപ്പൊ അതൊരു അഡ്വർബാണ്. അപ്പോ ആദ്യം ഷീ മാരീഡ് അനദർ മാൻ എന്ന വാചകത്തിൽ അഡ്വർബ് മാരീഡിന്റെ ഒരു അഡ്വർബ് മാത്രമാണ് ഇത്. ആസ് ഹർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ് എന്നുള്ളത്. അതുകൊണ്ട് അതെന്താ? ഒരു അഡ്വർബ്, ആ വാചകം ഒരു അഡ്വർബിന് തുല്യമാണ്. അതായത് ഇതിൻ്റെ ഈ വാചകത്തിൻ്റെ ഒരു ക്രിയയുടെ അഡ്വർബ് മാത്രമായിട്ടാണ് അത് വരുന്നത്. ആസ് ഹർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണത്? അത് ഒരു അഡ്വർബാണ്. പക്ഷെ ഒരു വാചകം തന്നെയാണ് ഇവിടെ അഡ്വർബായിട്ട് വരുന്നത്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് അതിനെ അഡ്വർബിൽ ക്ലോസ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം വാചകമായിട്ടുള്ള അഡ്വർബ് എന്ന്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ മുൻപ് പഠിപ്പിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടോ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇവിടെ വാസ് ഡിസ്ട്രോയ്ഡ് എന്ന് വെച്ച്? അറിയൂ? കാരണം ഇതിൽ സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മളെപ്പോഴും പാസീവിൽ വയ്ക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ നശിപ്പിക്കപ്പെട്ടെന്നും കൊണ്ട് എഴുതിയത്. കാരണം മഴ കൊണ്ട് വിള നശിച്ചു എന്നുള്ളത് എന്ന വാചകം നമ്മൾ മലയാളത്തിൽ ആക്റ്റീവ് ആണെങ്കിലും ഇതിൽ സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷിലാക്കുമ്പോൾ അത് പാസീവിൽ എഴുതാൻ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പഠിച്ചെന്ന് മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് മനസ്സിലായി, അല്ലേ? അപ്പൊ അപ്പോൾ ഈ വാചകത്തിൽ ആസ് എന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ വരുന്ന ഇതിലാണ്, നടുക്കിലാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഷീ മാരീഡ് അനദർ മാൻ ആസ് ഷീ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ്. ഈ വാചകങ്ങൾ പഠിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചിലർ ടെക്നിക്കലായിട്ട് പഠിക്കാൻ തോന്നും. ആസ് നടുക്കിൽ വയ്ക്കുക, ഇഫ് ഫ്രണ്ടിൽ വയ്ക്കുക, അങ്ങനെയൊന്നും പഠിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ആസിന്റെ കാര്യം എടുക്കുക, ആസ് നടുക്കിൽ വയ്ക്കുക എന്നൊന്നും മറ്റ് നമ്മൾ പഠിക്കരുത്. എവിടെ വേണമെങ്കിൽ വെക്കാം, ഫ്രണ്ടിലായിട്ടും വരും. നമുക്ക് ഈ വാചകം അങ്ങനെ ഫ്രണ്ടിൽ വെക്കാം, അപ്പോഴും കുഴപ്പമില്ല. പിന്നെ ആസ് ഹെർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ് ഷീ മാരീഡ് അനദർ മാൻ എന്ന് പറഞ്ഞാലും ഇതേ വാചകം തന്നെയാണ്. എങ്ങനെ എന്ത് ചെയ്യണമെന്ന് മാത്രം ഈ വാചകം ആസ് തൊട്ട് മുഴുവൻ എടുത്തിട്ട് ഫ്രണ്ടിൽ വെക്കുക. അപ്പോൾ അഡ്വർബിൽ ക്ലോസ് ആവുന്ന വാചകം വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുത്തിട്ട് ഫ്രണ്ടിൽ വെച്ച് ഫസ്റ്റ് വെച്ച് തുടങ്ങാം.
കാരണമായി വരുന്ന ആദ്യം പറയാം, പിന്നെ കാര്യം പറയാം, അല്ലെങ്കിൽ കാര്യം ആദ്യം പറയാം, കാരണമായിട്ട് വരുന്ന വാചകം രണ്ടാമത് പറയും. ഇങ്ങനെ ഇംഗ്ലീഷിൽ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആസ് വെക്കേണ്ട എവിടെയാണെന്ന കാര്യം ശ്രദ്ധിക്കണം. ഏത് കാരണമായിട്ട് വരുന്ന വാചകത്തിന്റെ മുൻപിലായിരിക്കണം ആസ് വെക്കേണ്ടത്. കാരണം നമ്മൾ മലയാളത്തിൽ ഏത് വാചകത്തിന്റെ ഒടുവിലാണോ അതുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് എന്ന് ചേർക്കുന്നത്, ആ വാചകത്തിന്റെ തർജ്ജമയായി വരുന്ന ഇംഗ്ലീഷ് വാചകത്തിന്റെ മുൻപിലായിരിക്കണം ആസ് വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആസിന്റെ സ്ഥാനം വെച്ച് കഴിഞ്ഞാൽ ആസ് ചിലപ്പം ആക്സ് ആയിട്ട് വന്നു എന്ന് വരും, ആസ് കോടാലിയായിട്ട് വരും എന്നർത്ഥം. കാരണം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൊലപാതകയാക്കാം. വേണമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഈ ആസ് എടുത്ത് ഇവിടെ വെച്ച് നോക്കിയാൽ എന്തായിരിക്കും? ഒരു ആസ് ഷി കമ്മിറ്റഡ് സൂയിസൈഡ്, ആസ് ഷി മാരീഡ് അനദർ മാൻ. ആസ് എടുത്തിട്ട് ഇവിടെ വെക്കുകയാണെങ്കിൽ ഈ വാചകത്തിന്റെ കൂടെ വെക്കണമെന്ന് ആസ് ഷി മാരീഡ് അനദർ മാൻ ഹർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ് എന്നാവും. വേറെ ആൾ വിവാഹം കഴിച്ചതുകൊണ്ട് അവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നായി. അപ്പൊ എന്തായി? ആ പാവം പെണ്ണൊരു കൊലപാതകയായി. എന്താ കാരണം? എന്താ? നമ്മളെ ആസ് തെറ്റി വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അർത്ഥം ഭയങ്കരമായിട്ട് മാറിപ്പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഏതാണോ കാരണം ആ വാചകത്തിന്റെ ഇംഗ്ലീഷ് തർജ്ജമയുടെ മുൻപിലാണ് ആസ് വെക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് കാരണമായി വരുന്ന വാചകത്തിന്റെ മുൻപിലായിരിക്കണം ആസിന്റെ സ്ഥാനം. അങ്ങനെ എളുപ്പവഴിയിൽ നിന്ന് പഠിക്കരുത്. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ്. അഡ്വർബൽ കോസായിറ്റിൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ഇതിനെ ഇപ്പൊ ഇത് ഒരു കാരണത്തെ കുറിക്കുന്ന അഡ്വർബ് അല്ലേ? ആസ് ഹെർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന് പറഞ്ഞൊരു കാരണത്തെ സൂചിപ്പിക്കുന്ന അഡ്വർബാണ്. അതുകൊണ്ട് അതിന് അഡ്വർബിനെ ഒരു പേര് കൂടി പറയുന്നു, അഡ്വർബ് ക്ലോസ് ഓഫ് റീസൺ എന്ന് പറയും. അതായത് റീസണെ സൂചിപ്പിക്കുന്ന അഡ്വർബായിട്ടുള്ള വാചകം എന്നർത്ഥത്തിൽ അങ്ങനെ അതിൻ്റെ ഇതും കൂടി ചേർത്ത് ചിലപ്പം പറയാറുണ്ട്. അപ്പോൾ പിന്നെ വെൻ ദ ബെൽ റാങ് സ്റ്റുഡൻസ് എൻ്റേർഡ് ദ ക്ലാസ്. അതിൽ നമുക്കറിയാം വെൻ ദ ബെൽ റാങ്, മണിയടിച്ചപ്പോൾ അല്ലെ? എപ്പോഴാണ് കുട്ടികൾ ക്ലാസ് കേട്ടത്? മണിയടിച്ചപ്പോൾ. അപ്പോൾ സമയമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെന്തെന്നായിരിക്കും നിങ്ങൾ പറയുക? അഡ്വർബിയൽ ക്ലോസ് ഓഫ് ടൈം. അങ്ങനെ ഒരു പേരൊക്കെ അതിൽ വലിയ കഥയൊന്നുമില്ല. എങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾ ഗ്രാമർ പുസ്തകങ്ങളിൽ കാണുമ്പോൾ ആകെ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഡ്വർബുകളിലേക്ക് ഒരു എന്ത് യൂസിനാണ് ഉപയോഗിക്കുമ്പോൾ ആ യൂസും കൂടി ചേർത്തിട്ട് അതിനെ വിശദീകരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു കണ്ടീഷനെ കുറിക്കുകയാണെങ്കിൽ ഒരു അഡ്വൽ ക്ലോസ് ഒക്കെ ഒരു കണ്ടീഷനെ കുറിക്കുന്നതാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ പറയുക? അഡ്വൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ. അങ്ങനെ തന്നെ, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പർപ്പസിനെ സൂചിപ്പിക്കുന്ന അഡ്വർബ് ക്ലോസ് ആണെങ്കിൽ എന്താണ് പറയുക? അഡ്വർബ് ക്ലോസ് ഓഫ് പർപ്പസ്, അങ്ങനെ പറയുക. അല്ലാണ്ട് അതിൽ വലിയ കഥയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. സിൻസ്, ഫോർ എന്നിവയുടെ അർത്ഥങ്ങളൊക്കെ എന്താണെന്നറിയൂ? ഈ സിൻസിനും ഫോറിനും ഒക്കെ അതുകൊണ്ട് കൊണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട കൺജക്ഷനുകളാണ്. അതിൽ സിൻസിൻ്റെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ആസിൻ്റെ അർത്ഥം തന്നെയാണ് സിൻസിനുള്ളത്. അതിൽ കൂടുതൽ അർത്ഥമുണ്ട്. എങ്കിലും സിൻസ് എന്നുള്ളത് അതുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ തന്നെ പറഞ്ഞു എവിടെയായിരിക്കും വെക്കുക? ഈ വാചകത്തിൻ്റെ അതുകൊണ്ട് എന്നുള്ളത് അവസാനമാണ് അതുകൊണ്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതേ വാചകത്തിൻ്റെ തർജ്ജമ ഏതാണോ അതിൻ്റെ മുൻപിലായിരിക്കും സിൻസ് വയ്ക്കുക. എവിടെയാണ് സിൻസ് വയ്ക്കുക? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഞാൻ പറയാം. ഷീ മാരീഡ് അനദർ മാൻ സിൻസ് ഹെർ ഹസ്ബൻഡ് കമ്മിറ്റഡ് സൂയിസൈഡ്. ഇതന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? എന്ന് വെരി ഗുഡ്. അപ്പോൾ സിൻസ് പഠിച്ചു. അതുപോലെ ഇതേ പാറ്റേണിലുള്ള ഇതേ അർത്ഥത്തിൽ മറ്റേതൊക്കെ ഇതേപോലെ തന്നെയാണ് വെക്കേണ്ടത്. നമുക്ക് എല്ലാതും ഈച്ച് ആൻഡ് എവരി കൺജക്ഷൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ മാസങ്ങളിൽ എടുക്കും. അപ്പോൾ അതിന് പറ്റാത്തത് കൊണ്ട് നമുക്കത് 60 മണിക്കൂർ ഇതിൽ കൊണ്ട് അവസാനിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടിയാൽ മതി എങ്ങനെയാണ് വെക്കുക. അപ്പം ബാക്കിയെല്ലാം അതുപോലെ വെക്കുക കേട്ടോ. എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ ഈ ആസിന് പോലെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും ഇല്ലേ? അത് നമുക്ക് പഠിക്കാം.
അതുപോലെ സിൻസ് എന്നുള്ളത് ആസിൻ്റെ മറ്റൊരു പ്രയോഗം കൂടി നമുക്ക് നോക്കാം ഒന്ന് ഉറക്കാനായിട്ട്. ഓക്കെ, നോക്കുക. രാജൻ അസുഖമുള്ളവനാകുന്നു. അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ കഴിയില്ല എന്നൊക്കെ എഴുതാം കേട്ടോ. അത്ര ശ്രദ്ധിച്ചിട്ടൊന്നും എഴുതിയിട്ടില്ല. രാജൻ ഈസ് സിക്ക് അല്ലെങ്കിൽ ഈ രാജൻ ഈസ് നോട്ട് വെൽ എന്നൊക്കെ പറയാൻ. അപ്പോൾ രാജന് അസുഖമുള്ളവനാകുന്നു അല്ലെങ്കിൽ അവൻ അസുഖമുള്ളവനാകുന്നില്ല എന്നൊക്കെ പറയാം. ഈസ് നോട്ട് വെൽ, രാജൻ ഈസ് നോട്ട് വെൽ എന്നോ രാജൻ ഈസ് സിക്ക് എന്നൊക്കെ പറയാം. ഹി കനോട്ട് അറ്റൻഡ് ദ ക്ലാസ്. അപ്പോൾ രാജൻ ഈസ് സിക്ക്, ഹി കനോട്ട് അറ്റൻഡ് ദ ക്ലാസ് എന്ന രണ്ട് വാചകങ്ങൾ നമുക്ക് യോജിപ്പിക്കാം. അതിലേതാണ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല? അതിൻ്റെ കാരണം എന്താ? രാജൻ ഈസ് സിക്ക്. ഇതിലേതാണ് കാര്യം, ഏതാണ് കാരണം? കാര്യം ഇതാണ്, ഹി കനോട്ട് അറ്റൻഡ് ദ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം എന്താ? രാജൻ ഈസ് സിക്ക് അല്ലെങ്കിൽ രാജൻ ഈസ് നോട്ട് വെൽ, അങ്ങനെ പറയാം. അതുകൊണ്ട് എന്നുപയോഗിച്ചിട്ട് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ചേർക്കുക? എവിടെയായിരിക്കും വയ്ക്കുക? സിൻസ് ഇവിടെയാണോ വയ്ക്കുക? അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു എന്നർത്ഥം. ഇവിടെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റി. ഇവിടെയാണ് വയ്ക്കേണ്ടത്. എന്താ കാരണം? രാജൻ അസുഖമുള്ളവനാകുന്നത് കൊണ്ട് അവന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ കൂടെയാണ് കൊണ്ട് എന്ന് ചേർക്കേണ്ടത് അല്ലേ? അതുകൊണ്ട് ഇതിന്റെ അവസാനമാണ് മലയാളത്തിൽ കൊണ്ട് ചേർത്തിട്ട് രണ്ട് വാചകം ഒന്നാക്കി എഴുതുക. അപ്പോൾ ഇത് കാരണവും അത് ഇതായിരിക്കും. അപ്പൊ ഇതിന്റെ കൂടെയാണ് കൊണ്ട് എന്ന് വെക്കുന്നത് കൊണ്ട് ഇതിന്റെ മുമ്പിലായിരിക്കും സിൻസിന്റെ വെക്കുക. അപ്പോൾ സിൻസ് രാജൻ ഈസ് സിക്ക്, ഹി കനോട്ട് അറ്റൻഡ് ദ ക്ലാസ്, അല്ലെങ്കിൽ സിൻസ് രാജൻ ഈസ് നോട്ട് വെൽ, ഹി കനോട്ട് അറ്റൻഡ് ദ ക്ലാസ്. ഇത് ആസ് വെച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ആസിന്റെ അതേ സ്ഥാനത്ത് തന്നെയല്ലേ വെക്കേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും വെക്കും? ആസ് രാജൻ ഈസ് സിക്ക്, ഹി കനോട്ട് അറ്റൻഡ് ദ ക്ലാസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആസ് വയ്ക്കാം ഓർ സിൻസ് വയ്ക്കാം. മനസ്സിലായോ? അങ്ങനെ കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് വരുന്ന മറ്റേതെങ്കിലും വാക്കുകളും വയ്ക്കാം. അങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. മനസ്സിലായല്ലോ? സിമ്പിൾ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രഹസ്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് കൺജക്ഷനും അഡ്വർബൽ ക്ലോസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് ഇനി കണ്ടീഷണൽ ക്ലോസ് ഇഫിനെ കുറിച്ച് പഠിക്കാം. അതിനു മുമ്പ് ആസിന്റെ മറ്റൊരു പ്രയോഗങ്ങളും പറഞ്ഞില്ലേ, പോലെ എന്നുള്ളത്. ഇന്ന് അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇഫ് എന്ന കണ്ടീഷണൽ ക്ലോസ് കണ്ടീഷനെ ഉപയോഗിക്കുന്ന കൺജക്ഷനെ കുറിച്ച് പഠിക്കാം. ഏസ് എന്ന കൺജക്ഷൻ പോലെ എന്ന അർത്ഥത്തിൽ ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ട്. ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ പോലെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടി വരിക? അത്തരം ഒരു വാചകം എഴുതുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു സന്ദർഭം നിങ്ങളുടെ മനസ്സിൽ കാണുക. ഒരെണ്ണം കിട്ടിയേ ഞാൻ പറയാം. ഒരെണ്ണം ഒരിക്കൽ എൻ്റെ മരുമകൻ്റെ അമ്മ പറഞ്ഞു, അവൻ്റെ മോന് പെണ്ണൊന്നും ശരിയാവണില്ല. അവൻ സർക്കാർ ഉദ്യോഗമുണ്ട്, ക്ലർക്കാണ്. സ്ത്രീകളും മാമനൊക്കെയല്ലേ, ഒന്ന് അന്വേഷിച്ച് ഒരെണ്ണം ശരിയാക്കി കൊടുക്ക്, അതുപോലെ ബ്രോക്കറൊക്കെ പറയും. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ബ്രോക്കറെ കണ്ട് അവന് 3-4 കേസുകൾ റെഡിയാക്കി. അപ്പോൾ നല്ല കേസുകൾ ഞാൻ ആ വീട്ടുകാരൊക്കെ വിളിച്ച് വെച്ച് അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഒരെണ്ണം നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പ്രൈവറ്റിൽ ജോലി കിട്ടി. വേറെ ഒരെണ്ണം ഒരു കോളേജ് അധ്യാപികയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, കാരണം തെക്കേടിൽ നല്ല സ്റ്റാൻഡേർഡിലുള്ള ഫാമിലിയാണ്. അതും എനിക്ക് രണ്ട് ഇഷ്ടപ്പെട്ടു. വേറെ 2 കേസുകൾ, ഒന്ന്
ഒരു ക്ലർക്കാണ് ഗവൺമെന്റിൽ. മറ്റേ കേസും അതുപോലെ തന്നെ നല്ലൊരു ജോലിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞ 2 കേസ് ഇഷ്ടമായത്. ഞാൻ അവൻ്റെ ഒരു വിളിച്ചു പറഞ്ഞു ഇതിലത്തെ 2 കേസ് പോയി കാണും. അപ്പോൾ നല്ല ഭംഗി എഞ്ചിനീയറിംഗ് പാസ്സായുള്ള കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ട, കാരണം ഭംഗി കൂടി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൊക്കിൽ ഒതുക്കില്ല എന്ന് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കോളേജ് അധ്യാപികയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, അവർക്ക് സ്റ്റാൻഡേർഡ് കൂടുതലാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു നിരാശയായി. എനിക്ക് 2 ഇഷ്ടപ്പെട്ടുള്ള അതായിരുന്നു. അവർ മറ്റേ 2 കേസിൽ ഏതെങ്കിലും പോയി കാണാന്ന് പറഞ്ഞു. അപ്പോൾ നിരാശയപ്പോൾ ഞാൻ പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. എങ്ങനെ പറയും? അങ്ങനെ ചില സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ടി വരും അല്ലേ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലാക്കാന്ന്, ആ വാചകം നമ്മളെങ്ങനെ ഇംഗ്ലീഷിലാക്കാന്ന് നോക്കുക. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ എന്നുള്ളത് ഇംഗ്ലീഷിൽ ശരിക്കും പറയുക നീ ഇഷ്ടപ്പെടുന്ന പോലെ നീ ചെയ്യുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സൗകര്യാർത്ഥം ഞാൻ ഇംഗ്ലീഷിലുള്ള വാചകത്തിൻ്റെ അതേ രീതിയിലുള്ള മലയാള വാചകയ്ക്ക് മാറ്റിയിട്ടുണ്ട്. ഒരല്പം അരാജകത്വം തോന്നുന്നത് കാരണം നീ ചെയ്യൂ, നീ ഇഷ്ടപ്പെടുന്ന പോലെ എന്ന ഒരു രീതിയിലാണ് അവർ പറയുക. അപ്പോൾ ഇത് 2 വാചകം, നീ ചെയ്യൂ എന്നൊരു വാചകം, അതായത് ഒരു മൈൽഡ് കമാൻഡാണത് അല്ലേ, അവനോട് നിർദ്ദേശമാണത്. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മൈൽഡ് കമാൻഡാണത്, ഒരു ആജ്ഞയാണത്, നേരിയ ഇതിലുള്ള ആജ്ഞ. നിർദ്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കലിൻ്റെ ഒരു ഏറ്റവും താഴ്ന്ന രൂപമാണ്. അപ്പോൾ നീ ചെയ്യൂ, നീ ഇഷ്ടപ്പെടുന്ന പോലെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ്? 2 വാചകം, നീ ചെയ്യൂ, പിന്നെ നീ ഇഷ്ടപ്പെടുന്ന പോലെ. നീ ഇഷ്ടപ്പെടുന്ന പോലെ എന്ന വാചകം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നീ ഇഷ്ടപ്പെടുന്നു പ്ലസ് പോലെ എന്ന് ചേർന്നിട്ടുള്ളതാണ്. നീ ഇഷ്ടപ്പെടുന്ന പോലെ എന്ന വാചകം എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? നീ ഇഷ്ടപ്പെടുന്നു പ്ലസ് പോലെ, നീ ഇഷ്ടപ്പെടുന്ന പോലെ. അപ്പോൾ നീ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് യു ലൈക്കാണ്. നീ ഇഷ്ടപ്പെടുന്നു, യു ലൈക്ക്. അപ്പോൾ നീ ഇഷ്ടപ്പെടുന്ന പോലെ എന്ന് പറയുമ്പോൾ പോലെ എന്നുള്ള ലൈക്ക് ആസാണ്. അത് എവിടെയാണ് വയ്ക്കുക? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായാലും നിങ്ങൾ ഉടനെ പറയുന്നത് ഇതിൻ്റെ മുമ്പിൽ എന്ന് പറയും അല്ലേ, എങ്കിൽ വെരി ഗുഡ്, ആസ് ഇവിടെയാണ് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ്? യു ഡു ആസ് യു ലൈക്ക്. നീ ഇഷ്ടപ്പെടുന്ന പോലെ നീ ചെയ്യൂ, അത് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യൂ. സാധാരണ ഇത് കമാൻഡൊക്കെ അപ്പോൾ ഇത് വയ്ക്കാറില്ല. അപ്പോൾ ശരിക്കും എങ്ങനെ വയ്ക്കുക? ഡു ആസ് യു ലൈക്ക്. നീ ഇഷ്ടം പോലെ ചെയ്യും, അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യും. അത് വ്യാപകമായിട്ട് ഈ കോൺവെർസേഷനിൽ അഥവാ സ്പോക്കൺ ഇംഗ്ലീഷ് ഉപയോഗിക്കപ്പെടുന്നതാണ്. അത് പഠിച്ചിരുന്നതല്ലാതെ ഡു ആസ് യു ലൈക്ക്, നീ ഇഷ്ടപോലെ ചെയ്യും. അത് പലപ്പോഴും പലരും നമ്മൾ സ്നേഹപൂർവ്വം നമ്മൾ പറയില്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും മറ്റൊരാൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും അല്ലേ. കുട്ടികളൊക്കെ നോക്കുമ്പോൾ മിഠായിക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ എന്നാൽ വാങ്ങിച്ച് കഴിക്കുക അല്ലേ, നീ ഇഷ്ടം പോലെ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ. അങ്ങനെ പ്രയോഗം വളരെയധികം ഉള്ളതാണ്. അത് പഠിക്കാൻ നന്നായിരിക്കും. ഇനി നമുക്ക് ഇപ്പോൾ എന്ന കണ്ടീഷനെ കുറിച്ച് പഠിക്കാം. ഇനി ഇഫ് എന്നുള്ളത് അർത്ഥം എങ്കിൽ എന്നുള്ളതാണ്. എപ്പോഴാണ് എങ്കിൽ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്? എപ്പോഴും വ്യവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ വെച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഇഫ് വെക്കുന്നത്. പലപ്പോഴും നമുക്ക് കണ്ടീഷൻ വെച്ച് വരാറുണ്ട് ഇല്ലേ. എപ്പോഴാണ് വരാറ്? അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിലപേശൽ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾ കണ്ടീഷൻ വയ്ക്കുക. അല്ലെങ്കിൽ വിവാഹം കഴിക്കുമ്പോൾ ഒക്കെ പോലെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ വിവാഹം ഉറപ്പിക്കുക അല്ലേ. അതൊക്കെ അല്ലെങ്കിൽ ഭാവിയിൽ അത് തർക്കങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കണ്ടീഷൻ വെച്ച് സംസാരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് വരിക്കുന്ന ഒരു സന്ദർഭം ഞാൻ പറയാം. അപ്പോൾ അരുണിലച്ചൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അരജാതിയിൽപ്പെട്ട ഒരു സ്കൂൾ മാഷ് ഉണ്ടായിരുന്നു. 10-20 വയസ്സായിട്ടുള്ള ആൾ, സ്കൂൾ മാഷാണ്. TTC കഴിഞ്ഞ്, അതായത് അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് TTC പോയി. TTC കഴിഞ്ഞിട്ട് ആൾ സ്കൂൾ മാഷായി. 10-20 വയസ്സുള്ളൂ. ഒരിക്കൽ അയാളിങ്ങനെ ബസ് ഇങ്ങനെ കാത്തിക്കുന്ന സമയത്ത് അയാൾ
മുമ്പിൽ വന്നിട്ട് ഒരു കാറ് നിർത്തി. അതിൽ നിന്ന് വളരെ സുന്ദരിയായിട്ടൊരു പെൺകുട്ടി ഇറങ്ങി. പെട്ടെന്ന് വളരെയധികം ആകർഷിച്ചു ആ പെൺകുട്ടി. അപ്പോൾ ആ വീട്ടിൽ പോയിട്ട് ആൾക്ക് ആ പെൺകുട്ടിയെ കണ്ടിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക. അതിനെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഞാൻ അങ്ങനെ പെൺകുട്ടീനെ കണ്ടു, ഭയങ്കര ഇഷ്ടമായി, കല്യാണം കഴിക്കുന്നു ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു. കൂട്ടുകാർ പറഞ്ഞു, അത് ആ പെൺകുട്ടി ഇങ്ങനെ വലിയ വീട്ടിലേക്ക് ഉന്നത ജാതിക്കാരി, എനിക്കൊന്നും കിട്ടില്ലേ. ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് എന്നെ കല്യാണം കഴിക്കുന്ന കൂട്ടുകാർ നിർബന്ധം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, ഞങ്ങളൊരാൾക്ക് എൻ്റെ കൂടെ വരാം, നീ പോയി ചോദിച്ചോ. പോയ ഒരു വാക്ക് കിട്ടിയ ഒരു ആന എന്ന് പഴഞ്ചൽ പോലെ പോയൊരു വാക്ക് കിട്ടിയൊരു പെട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ധൈര്യം കൊടുത്തു. അവർ അങ്ങനെ ഒരു കൂട്ടുകാരെ അവരെ കൂടി വീട്ടിൽ ചെയ്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ കുട്ടീൻ്റെ അച്ഛനെ ഇവരെങ്ങനെയും ഒഴിവാക്കണം, അതേ സമയത്ത് ഒരു വേദനിപ്പിക്കാനും പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായി അച്ഛൻ. പക്ഷെ ഇവൻ്റെ ആഗ്രഹം കാരണം അയാളോട് ഇല്ലാന്ന് പറയാനുള്ള ഒരു മാനസികതല്ലായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവനെ ഒഴിവാക്കാനായിട്ട് പറഞ്ഞിട്ട്, നീ ഒരു ഡോക്ടറാണെങ്കിൽ, MBBS ഡോക്ടറാണെങ്കിൽ ഞാൻ നിനക്ക് നിന്റെ മകളെ കല്യാണം കഴിച്ചാലോ, ഒരു 6 വർഷം നീ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കല്യാണം കഴിച്ചാലോ. അപ്പോൾ ഇത് പറയുമ്പോൾ ആളുടെ ഉദ്ദേശം ഇതായിരുന്നു, എന്ത് ഇവൻ കേട്ട് കഴിഞ്ഞാൽ MBBS എടുക്കാൻ പറ്റൂല, 5-6 വർഷം കഴിപ്പിച്ച് വിരോധത്തിന് പറക്കും, അപ്പോൾ വേറെ കല്യാണം കഴിക്കാനൊക്കെ വിചാരിച്ചു. അപ്പോൾ ശരി, ഇത് ഈ കണ്ടീഷൻ നിങ്ങൾ മാറ്റില്ലല്ലോ എന്ന് ആൾ ചോദിച്ചു. അതില്ല, അത് ഇയാൾ ഉറപ്പ് കൊടുത്തു. ഈ അച്ഛന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഇയാൾ പിന്നീട് ഈ പെൺകുട്ടീനെ ഡോക്ടറെ ലീവൊക്കെ എടുത്ത് പോയി പഠിച്ച് ഡോക്ടറെ അതിൻ്റെ കല്യാണം കഴിച്ചു. അപ്പോൾ 2 കണ്ടീഷനാണ് ആൾ വെച്ചെന്താണ്, നീ ഒരു ഡോക്ടറാണ് എങ്കിൽ, MBBS ഡോക്ടറാണെങ്കിൽ നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ കഴിയും എന്നൊരു കണ്ടീഷനാണ് ആൾ വെച്ചത്. അപ്പോൾ ആ കണ്ടീഷൻ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ നോക്കുക, നിങ്ങൾ ഒരു MBBS ഡോക്ടർ ആണ് എന്ന് വിചാരിക്കുക. അതെങ്കിലും ഇംഗ്ലീഷിലാക്കുക, യു ആർ എ MBBS ഡോക്ടർ എന്നുള്ളതാണ്. നിങ്ങൾ ഒരു MBBS ഡോക്ടർ ആണ് എന്നുള്ളതിന് തർജ്ജമയാണിത്. നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാം എന്നുള്ള, യു ക്യാൻ മാരി മൈ ഡോട്ടർ. ഇനി നോക്കുക, ഈ 2 ഒരു കണ്ടീഷനാണ്. എന്ത്, നിങ്ങൾ ഒരു ഡോക്ടറാണെങ്കിൽ ഒരു കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ കഴിയും എന്താണ് ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻ എങ്കിൽ അപ്പോൾ ഏതിൻ്റെ കൂടെ ചേർക്കണം നമ്മൾ മലയാളത്തിൽ? നിങ്ങൾ ഒരു ഡോക്ടർ ആണെങ്കിൽ, അല്ലേ, ആണിൻ്റെ കൂടെ പ്ലസ് എങ്കിൽ ചേർക്കുമ്പോൾ ആണെങ്കിൽ എന്ന് വരും. എന്ന് വെച്ചാൽ ആദ്യ വാചകത്തിൻ്റെ കൂടെ ആണ് എങ്കിൽ എന്നത് ചേർക്കണത്, അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമ്മൾ പഠിച്ചത്? ഇംഗ്ലീഷിൽ അതേ വാചകത്തിൻ്റെ തുല്യ ഇംഗ്ലീഷ് വാചകത്തിൻ്റെ മുൻപിലാണ് എന്ത് വയ്ക്കുക? ഇഫ് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും ഇഫ് വയ്ക്കുക? ഒന്ന് പറയൂ. ഇതല്ലേ നിങ്ങൾ പറയുക, അങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇഫ് യു ആർ എ MBBS ഡോക്ടർ യു ക്യാൻ മാരി മൈ ഡോട്ടർ. ഇതാണ് അതിൻ്റേത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് ഇതൊരു കണ്ടീഷനെ കുറിക്കുന്നതുകൊണ്ട് ഇതിലെ ഒരു കണ്ടീഷണൽ ക്ലോസ് ആയിട്ടുള്ള വാചകമായിരിക്കും. അഡ്വർബൽ ക്ലോസ് ഓഫ് കൺജക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് വാചകമായിരിക്കും? ഇഫ് യു ആർ MBBS ഡോക്ടർ എന്നിവിടം വരെയുള്ള ഭാഗമാണ് എന്ത്? കണ്ടീഷണൽ ക്ലോസ്. അത് ഈ വാചകത്തിൻ്റെ ഒരു അഡ്വർബ് മാത്രമാണ്. ഇത് അങ്ങനെ എടുത്ത് ലാസ്റ്റും വെക്കേണ്ട. അപ്പം എങ്ങനെ പറയാം? യു ക്യാൻ മാരി മൈ ഡോട്ടർ ഇഫ് യു ആർ എൻ MBBS ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ച്? നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കണ്ടീഷൻ ക്ലോസ് എപ്പോഴും പ്രസന്റ് ടെൻസിൽ ആയിരിക്കണം. കണ്ടീഷനെ കുറച്ച് തുടർന്ന് വരുന്ന പാലിച്ചാൽ സംഭവിക്കുന്ന ആ വാചകം, ആ സംഭവം, കണ്ടീഷൻ അനുസരിക്കുന്ന പക്ഷം ഉണ്ടാകുന്ന വാചകം ഫ്യൂച്ചറിലോ ഒക്കെ ആയിരിക്കും. സിമ്പിൾ ഫ്യൂച്ചറിലൊക്കെ ആയിരിക്കും. കണ്ടീഷൻ എപ്പോഴും പ്രസന്റ് ടെൻസിലായിരിക്കും. നമുക്കറിയാം കാരണം എന്താണ്?
പാസ്റ്റിൽ കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇപ്പൊ കഴിഞ്ഞു പോയ ഒരു സമയത്ത് ഒരു കണ്ടീഷൻ വെക്കാൻ പറ്റുമോ? നമുക്കത് ആ കണ്ടീഷൻ കഴിഞ്ഞു പോയില്ലേ, പിന്നെ നമുക്ക് അവിടെ ഒരു കണ്ടീഷൻ വെക്കാൻ പറ്റും. ഇനി കഴിഞ്ഞു പോയത് മെമ്മറി മാത്രമാണ് അല്ലേ കണ്ടീഷൻ വെക്കാൻ പറ്റും. ഫ്യൂച്ചറിൽ കണ്ടീഷൻ വെക്കാൻ പറ്റില്ലേ? വരാമോ സങ്കല്പമാണ്, അതിൽ കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടീഷൻ എപ്പോഴും പ്രസന്റൻസിൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു പാമ്പിനെ ചവിട്ടുന്നെങ്കിൽ അത് കടിക്കും. ഒരു കണ്ടീഷൻ പാമ്പിനെ ചവിട്ടുന്നു എങ്കിൽ, പാമ്പിന്റെ മേല് കാല് വെക്കുന്നു എങ്കിൽ അത് കടിക്കും. അങ്ങനെ പറയാ, യു സ്റ്റെപ്പ് ഓൺ എ സ്നേക്ക്. ഒരു പാമ്പിന്റെ മേല് കാല് വെക്കുന്നു അല്ലെ, യു സ്റ്റെപ്പ് ഓൺ എ സ്റ്റേക്ക്, പാമ്പിന്റെ മേലെ കാല് വെക്കുന്നു. എങ്കിൽ എന്നുള്ളപ്പോ അതിന്റെ എവിടെ വെക്കണം? അതിന് മുമ്പിൽ അല്ലേ. ഇഫ് യു സ്റ്റെപ്പ് ഓൺ എ സ്നേക്ക്, അത് നിങ്ങളെ കടിക്കും. അത് അതിന്റെ റിസൾട്ടായിട്ട് വരുന്ന, ഫലമായിട്ട് വരുന്ന വാചകം. ഇറ്റ് വിൽ ബൈറ്റ് യു. വെള്ളം ഐസ് ചൂടാക്കുന്നു എങ്കിൽ അത് ഉരുകും അല്ലേ. കണ്ടീഷൻ ഐസ് ചൂടാക്കുന്നു. എങ്ങനെ ഇംഗ്ലീഷ്? നിങ്ങൾ ഐസ് ചൂടാക്കുന്നു എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞ് യു ഹീറ്റ് ഐസ്. അപ്പൊ നിങ്ങൾ വെള്ളം ഐസ് ചൂടാക്കുന്നുവെങ്കിൽ പറയാം ഇഫ് യു ഹീറ്റ് ഐസ്, അത് ഉരുകും. അത് ഇറ്റ് ഉരുകും, വിൽ മെൽറ്റ്. ഓക്കെ, കാരണം ഉരുക്കെല്ലാം എഴുതി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ എങ്കിലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ലോ. ഇതിനെ വിശദമായിട്ട് പിന്നീട് അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ പഠിക്കാം. കാരണം ഇപ്പോൾ തന്നെ പഠിക്കണമെങ്കിൽ ഒരു ക്ലാസ് വേണ്ടി വരും. അങ്ങനെ എല്ലാതും നമുക്ക് അങ്ങനെ എടുത്ത് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം എന്താണ് അഡ്വൽ ക്ലോസ് എന്ന് കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതുപോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എഐയുടെ സഹായമൊക്കെ ഇപ്പോൾ ലഭ്യമായതുകൊണ്ട് അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, എന്തായിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ്? നിങ്ങൾക്ക് അഡ്ജക്റ്റീവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ, അഡ്ജക്റ്റീവ് ഫ്രേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഇപ്പോൾ അഡ്വർബ് ക്ലോസും പഠിച്ചു. എന്തായിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസ്? ഞാൻ പറയാതെ നിങ്ങൾ ഉത്തരം പറയില്ലേ? എന്താണത്? അഡ്ജക്റ്റീവിന് തുല്യമായ ഒരു വാചകം അല്ലേ, അതായത് നാമാവിശേഷണമായി ഉപയോഗിക്കാവുന്ന ഒരു വാചകം എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ തംസ് അപ്പ്. വെരി ഗുഡ്. നിങ്ങൾ മനസ്സിലാക്കി, ഇംഗ്ലീഷിൻ്റെ ഗുഡ് ടെൻസ് നിങ്ങൾക്ക് പിടികിട്ടി എന്താണ് അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മലയാളത്തിൽ ഒരു നാമാവിശേഷണ വാചകം അഥവാ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് ആദ്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ അത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ് തൊട്ട് ഒന്നുകൂടി വളരെ വിശദീകരിച്ച് ഞാൻ തരാം. ഞാനിവിടെ കുറച്ച് മലയാളത്തിൽ കുറച്ച് വാചകങ്ങൾ ബോർഡിൽ എഴുതാം. ഓക്കെ, ഇപ്പോൾ നോക്കുക. ഞാൻ ഇവിടെ ഇതിൻ്റെ പടം നമുക്കറിയാം അല്ലേ, സിനിമ ഫിലിം എന്നൊക്കെ പറയുന്ന ആ പടം കേട്ടോ. അതെന്താണ്, ഒരു എന്താണ് നിങ്ങൾക്കറിയാം, അത് നൗണെന്നറിയാം. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സാധനമാണ് പടം. അപ്പോൾ അതുകൊണ്ട് നൗണാണത് അല്ലേ, ആ സാധനത്തിൻ്റെ പേരാണ് നൗൺ. സിനിമ ടാക്സിൽ പോയാൽ കാണാവുന്ന അല്ലെങ്കിൽ ടി വിയിൽ കാണാൻ കഴിയുന്ന ഒന്നാണ് എന്ത്? പടം, ഫിലിം. അപ്പോൾ അത് നൗണാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഇംഗ്ലീഷ് ഫിലിം ആയതുകൊണ്ട് ഫിലിം ഒരു നൗണാണെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ, അത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നോക്കുക, രസകരമായ പടം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റിംഗ് ഫിലിം. അതിൽ രസകരമായ പടത്തിനൊന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അല്ലേ. പടം എന്ന നൗണിനെ ഒന്നുകൂടി വിശേഷിപ്പിക്കണം. എങ്ങനെയുള്ള പടം? രസകരമായ പടം. ആ പടത്തിൻ്റെ പ്രത്യേകത വിവരിക്കുന്നത് കൊണ്ട് രസകരമായ എന്നുള്ളത് അഡ്ജക്റ്റീവ് എന്ന് അറിയാം, അതായത് നാമാവിശേഷണമാണെന്ന് അറിയാം. അപ്പോൾ അതിന് തുല്യമായ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളത് നാമാവിശേഷണമാണ്, അതിന് ഇംഗ്ലീഷ് അഡ്ജക്റ്റീവ് ആണെന്ന് പറയും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഫിലിം എന്ന് പറയുമ്പോൾ ഇത് നൗൺ, ഇത് അതിൻ്റെ വിശേഷണം. ഇനി നോക്കുക, ഞാൻ ഇതിലിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതൊരു വാക്കാണ് അല്ലേ, രസകരമായ അഡ്ജക്റ്റീവ് എന്ന് പറയും. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ടതായ പടം, രസകരമായ പടം എന്ന പോലെയല്ലേ. ഞാൻ കണ്ടതായ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പടം, എങ്ങനെയുള്ള പടം? നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ രസകരമായ പടം എന്ന് പറഞ്ഞു. ഈ വാചകം വെച്ച് പറഞ്ഞാൽ എങ്ങനെയുള്ള പടം? ഞാൻ കണ്ടതായ പടം.
അതാണ് പടത്തിൻ്റെ പ്രത്യേകത. രസമുള്ളതോ രസമില്ലാത്തതോ ഒന്നല്ല ഇവിടെ വിഷയം. ഞാൻ കണ്ടതായ പടം, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ കണ്ടതായ പടം. അപ്പോൾ പടം നൗണും അതിന് വിശേഷണമായി എന്താണ് ആ കടത്തിൻ്റെ പ്രത്യേകത? ഞാൻ കണ്ടതായ. അപ്പോൾ ഞാൻ കണ്ടതായ എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി? മലയാളത്തിൽ ഞാൻ കണ്ടതായ എന്നുള്ള ഭാഗം, അതായത് ഇത്രയും ഭാഗം, ഞാൻ കണ്ടതായ എന്ന ഇത്രയും ഭാഗം എന്താണ്? നീല വര വരച്ചിട്ടില്ല. ഞാൻ കണ്ടതായ എന്ന ഭാഗം എന്താണ് നോക്കാം. അതൊരു അഡ്ജക്റ്റീവാണ് എന്ന് മനസ്സിലായി. ഞാൻ കണ്ടതായ എന്ന് അത്രയും വാക്കുകളുടെ സമൂഹം അഡ്ജക്റ്റീവാണ് എന്ന് മനസ്സിലായി. അത് പടത്തിനെ വിശേഷിപ്പിക്കുന്നതാണെന്നും മനസ്സിലായി. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ഞാൻ കണ്ടതായ എന്നുള്ള മലയാളത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഉൽപ്പത്തി നോക്കാം. ഞാൻ കണ്ടു പ്ലസ് ആയ അല്ലെങ്കിൽ ആ എന്നുള്ള കൂടിച്ചേരുമ്പോൾ കണ്ടതായ എന്നാകുന്നത്. അതാണ് പ്രത്യേകം. എന്താ? ഞാൻ കണ്ടു എന്ന ഒരു വാചകത്തിൻ്റെ കൂടെ ആയ അല്ലെങ്കിൽ ആ എന്ന ഒരു വാക്ക് ചേരുമ്പോൾ ഞാൻ കണ്ടതായ എന്നാകുന്നു. അപ്പോൾ ഞാൻ കണ്ടു എന്നൊരു വാചകമാണെന്നറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാനറിയാം. എന്തായിരിക്കും നിങ്ങൾ ഞാൻ കണ്ടു എന്ന വാചകം ഇംഗ്ലീഷിലാക്കാൻ പറഞ്ഞ് ചെയ്യുക? ഐ സോ എന്ന് നിങ്ങൾ പറയും അല്ലേ? ആയ അല്ലെങ്കിൽ ആ എന്നുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം. എന്താണത്? ദാറ്റ് എന്നാണ്. എന്താണ്? ദാറ്റ്. അപ്പോൾ മലയാളത്തിൽ കണ്ടു പ്ലസ് ആയ എന്നുള്ളതാണ് എങ്കിൽ ഇംഗ്ലീഷിൽ ആയ തുല്യം ദാറ്റാണ്. അപ്പോൾ ഞാൻ കണ്ടതായ എന്ന് ചേർക്കണമെങ്കിൽ ഞാൻ കണ്ടു എന്ന വാചകത്തിൻ്റെ കൂടെ ആയ ചേർത്താൽ മതി. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് വേണം? ഐ സോ എന്ന പദത്തിൻ്റെ കൂടെ ആയ എന്നതിന് തുല്യമായി ദാറ്റ് ചേർക്കണം. അതാണല്ലോ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു സാമാന്യ യുക്തിയുള്ള ഒരാൾക്ക് തോന്നുക. പക്ഷെ നമുക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്ന് എവിടെയായിരിക്കും ദാറ്റ് വയ്ക്കുക എന്ന് നിങ്ങൾക്കൊരു ഐഡിയ വരുന്നുണ്ട്? ഇംഗ്ലീഷിൻ്റെ ആ ടെക്നിക്ക്, ഇംഗ്ലീഷ് എഴുതാൻ ടെക്നിക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ സൂത്രം പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ദാറ്റ് എവിടെ വയ്ക്കേണ്ടത്? മുൻപിലാണ് വയ്ക്കുക. മലയാളത്തിൽ ആ ചേരുന്നത് മുമ്പിലാണ് അല്ലേ? ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടുവരുന്ന പ്രത്യേകത. നമ്മൾ വെക്കുന്ന പലതും വെക്കുക ഒടുവിൽ വെക്കുമ്പോൾ അതേ സാധനം മുൻപിലാണ് വെക്കുക അല്ലേ? അപ്പോൾ എന്തായിരിക്കും വരിക? ഞാൻ കണ്ടതായ എന്നുള്ളതിന് ഇംഗ്ലീഷ് ഏതാണ്? ദാറ്റ് ഐ സോ. ഞാൻ കണ്ടതായ എന്നതിൻ്റെ മാത്രമാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ദാറ്റ് ഐ സോ, ഞാൻ കണ്ടതായ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഞാൻ കണ്ടതായ ദാറ്റ് ഐ സോ. പക്ഷേ ഇങ്ങനെ വരുന്ന വിശേഷണം മലയാളത്തിൽ പടം വന്ന നൗണിൻ്റെ മുൻപിലാണെങ്കിൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, നൗണിന് ശേഷമാണ് വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് വയ്ക്കുക? അപ്പോൾ ഫിലിമിന് ശേഷമാണ് ഈ വിശേഷണം വയ്ക്കുക. ഇൻട്രസ്റ്റിംഗ് മുമ്പിലാണ് അല്ലേ? അത് ഒറ്റവാക്കാണ് മുമ്പിലാണ്. പക്ഷെ ഇതൊരു വാചകമാകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത വാചകത്തിൻ്റെ പുറകിൽ ആ നൗൺ കഴിഞ്ഞിട്ടാണ് വയ്ക്കുക. മനസ്സിലായ? വിശേഷണ വാചകമാകുമ്പോൾ വിശേഷണ വാചകം വയ്ക്കുക എവിടെയാണ്? നൗണിന് ശേഷമാണ് വയ്ക്കുക, നൗണിൻ്റെ മുൻപിലല്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതാണല്ലോ മിക്കവാറും കണ്ടുവരുന്നത്. അപ്പോൾ ഫിലിം ദാറ്റ് ഐ സോ എന്നുള്ളതാണ് ഞാൻ കണ്ടതായ എന്നുള്ളതിൻ്റെ ഇത്. ദാറ്റ് ഐ സോ, മനസ്സിലായ? ഫിലിം ദാറ്റ് ഐ സോ എന്ന് വെച്ചാൽ എവിടെ ചോദിക്കണം? ഞാൻ കണ്ടു പ്ലസ് ഇങ്ങനെ അർത്ഥം. ഞാൻ ഐ സോ, ഞാൻ കണ്ടു, പ്ലസ് ദാറ്റ് ആയ, ഞാൻ കണ്ടതായ, അത് കഴിഞ്ഞിട്ട് ഫിലിമിൻ്റെ അർത്ഥം. ദ ഫിലിം ദാറ്റ് ഐ സോ, അത് ഒരുമിച്ചാണത്. നൗണും അതിൻ്റെ വിശേഷണവും ഒരുമിച്ചാണെങ്കിൽ ഇത്രയും ഭാഗത്തെ എന്തായിരിക്കും വിളിക്കുക എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു നൗണും അതിൻ്റെ വിശേഷണവും കൂടി ചേർന്നാൽ അതിനെല്ലാം കൂടിയിട്ട് ഒരു എന്തായിരിക്കും? ഒരു നൗൺ ഫ്രേസിന് തുല്യമാകും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതൊരു ഒറ്റ ബ്ലോക്കാക്കി കരുതണം. നൗണും അതിൻ്റെ വിശേഷണം വന്നു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്കായി കണക്കാക്കണം. അതൊരൊറ്റ വാക്കുപോലെ വേണം ഉപയോഗിക്കേണ്ടത്. എവിടെയെങ്കിലും ഉപയോഗിക്കുമ്പോൾ അത് ഇതിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ച ഉണ്ടാകാൻ പാടില്ല. ഇത് ഒരുമിച്ച് നിൽക്കണം എന്ന് അർത്ഥം. ഒറ്റക്കെട്ടായി നിൽക്കണം. മനസ്സിലായി? ഈ വാക്കും ഇതെല്ലാം കൂടി ഒറ്റക്കെട്ട്. പിന്നെ അവർ തമ്മിൽ എന്തില്ല, ഡിസ്പേഴ്സ് ചെയ്ത് പോകാൻ, അകന്നു പോകാൻ പാടില്ല. അകന്നു പോകുന്ന പ്രശ്നവുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുമിച്ച് തന്നെ വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ നോക്കുക,
ഞാൻ കണ്ടതായ സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കുക? അതിൽ സബ്ജക്റ്റ് ഏതാ? എന്താണ് നന്നായിരുന്നത്? ഞാൻ കണ്ടതായ സിനിമ, അത് ഒരുമിച്ച് ആ നൗണും വിശേഷണം ഒരുമിച്ച് പറയണം. രസകരം ആകുന്നു, രസകരമായ സിനിമ രസകരമായിരുന്നു ഇനി പറയാ ഫിലിം വാസ് ഇൻട്രസ്റ്റിംഗ്. ആ ഫിലിമിന് വിശേഷണം ഉണ്ടെങ്കിൽ അതും കൂടി കഴിഞ്ഞിട്ടേ ബാക്കി ഭാഗം പറയാൻ പാടുള്ളൂ. കാരണം അതല്ലേ സബ്ജക്റ്റ്. അപ്പോൾ ഇത് മുഴുവൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന അർത്ഥം ഒരു വാചകത്തിലെ, മനസ്സിലായോ? അതൊരു നൗൺ പോലെ വരും എന്നർത്ഥം. ഒരു നൗണും അതിൻ്റെ വിശേഷണം ഒരുമിച്ച് ചേർന്ന ഗ്രൂപ്പ് ഒരു വാക്ക് പോലെ, ഒരു നൗൺ പോലെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വാക്ക് പോലെ ആയിരിക്കണം. ഞാൻ കണ്ടതായ സിനിമ രസകരമായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് അങ്ങനെ പറയും, ദ ഫിലിം ദാറ്റ് ഐ സോ, ഞാൻ കണ്ടതായ സിനിമ വാസ് ആയിരുന്നു ഇൻട്രസ്റ്റിംഗ്. അങ്ങനെയായിരിക്കും വാചകം വരിക. അപ്പോൾ ആ രണ്ട് വാചകങ്ങൾ ചേർന്ന് വാചകം ഉണ്ടാവുന്ന കണ്ടില്ലേ? വിശദമായിട്ട് നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസുകളെ കുറിച്ച് അടുത്ത ക്ലാസ്സിലാകാം. ഓക്കെ, ഇപ്പോൾ തന്നെ നല്ലോണം നീളം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ നമുക്ക് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.